വേഷപ്പകർച്ചയിലൂടെ, ഹാസ്യത്തിലൂടെ, പരസ്പരത്തിലൂടെ മണിമേളത്തിലെത്തി നിൽക്കുന്ന മിന്നാമിനിങ്ങിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് സെലിബ്രേറ്റഡ് ബൈ ഈസ്റ്റർ. മിന്നാമിനിങ്ങിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. കുപ്പുസ്വാമി സർ, മിന്നാമിനിങ്ങിലേക്ക് സ്വാഗതം. മഹതി മാം, സ്വാഗതം. മിന്നാമിനിങ്ങിന്റെ നമ്മുടെ ജഡ്ജിംഗ് പാനലിലെ പുതിയ അതിഥിയാണ് വിധു പ്രതാപ്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിധുവാണ്. ഇപ്പോ നാടൻ പാട്ടുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇപ്പം നങ്ങേലിയാണ് ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ട്. അദ്ദേഹത്തെ നമുക്ക് മിന്നാമിനിങ്ങിന്റെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം വിധു മിന്നാമിനിങ്ങിലേക്ക്. ഒരിക്കൽ കൂടി എവരെയും സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറിയിലേക്ക്. അപ്പൊ മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് റൗണ്ട് മണിമേളം റൗണ്ട് ആണ്. നമുക്കറിയാം മണിച്ചേട്ടന്റെ പാട്ടുകൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ചടുലമായ ഗാനങ്ങളാണ് മണിമേളം റൗണ്ടിലുള്ളത്. അപ്പൊ മണിമേളം റൗണ്ടുമായി വരുന്നു സുഭാഷ്. ലെറ്റ്സ് വെൽക്കം സുഭാഷ്. സുഭാഷ്, ഹായ്. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖാണ്. ഓക്കെ, മണിമേളം റൗണ്ട് ആണ്. അപ്പൊ ഏത് പാട്ടാ? കൺമഷി എന്ന ചിത്രത്തിലെ വളകിൽ കണകുഞ്ഞോള എന്ന പാട്ട്. സൂപ്പർ ഹിറ്റ് സോങ് മണിച്ചേട്ടന്റെ. അപ്പൊ ഡാൻസ് ഒക്കെ പ്രതീക്ഷിക്കാമോ ഞങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് തകർക്കാം. വളകിൽ കണകുഞ്ഞോളെ തിരിപൊഴിക്കണ മുത്തോരെ, വഴിയരികിൽ പൂത്തു നിൽക്കണ പുന്നാരെ, തനിച്ചിരിക്കണ നേരത്തെ അടുത്തു വന്നവനാരാണ്, അവനൊരിക്കൽ സ്വന്ന കാര്യം എന്താണ്? തനിച്ചിരിക്കണ നേരം മഴ തരുന്നവളാറ്, മാറ്ററിഞ്ഞൊരു മൈനക്കെന്തിനു പൊന്ന്, ഇണമാനിനെക്കാൾ നീളമുള്ള കണ്ണ്. വളകിൽ കണ്ണ പുന്നാരെ തിരിപ്പൊഴിക്കണ മുത്തോരെ, വഴിയരികിൽ പൂത്തു നിൽക്കണ പുന്നാരെ, തനിച്ചിരിക്കണ നേരത്തെ അടുത്തു വന്നവനാരാണ്, അവനൊരിക്കൽ സ്വന്ന കാര്യം എന്താണ്? பட்டு மையடி மொட்டு மொட்டு தேனடி, கொட்டு கொட்டு பாரடி மொட்டு மொட்டு பூவடி, തനിതാരിളങ്ങളി തരിളങ്ങളി താമര കിളിയേ, ഇനി ഞാൻ നിനക്കൊരു മാലയും കൊണ്ട് ചെയ്തോ, കളിതാമരയുടെ ചെണ്ടിലുള്ളൊരു പെണ്ണിനെ കണ്ടേ, ഇനി മാല എങ്ങനെ നെഞ്ചിലിങ്ങനെ തതോ, ചല്ലക്കിളിയേ ഉള്ളിമയിലേ ചെറുപ്പിച്ചക്കന് പുത്തരി പുത്തരിതാ, വളക്കിൽ കണ്ണ കുഞ്ഞോളെ തിരിപ്പൊഴിക്കണ മുത്തോരെ, വഴിയരികിൽ പൂത്തു നിൽക്കണ പുന്നാരെ, തനിച്ചിരിക്കണ നേരത്തെ അടുത്തു വന്നവനാരാണ്, അവനൊരിക്കൽ സ്വന്ന കാര്യം എന്താണ്? പയ്യടി തട്ടമുട്ടി ചൊല്ലടി, പൊട്ടു പൊട്ടു പൂവടി തട്ടിലിട്ട് പാറടി, പാരിവില്ലിന്റെ കൂടെ ഒരുക്കണ മാമല കിളിയേ, ഇനി ഞാൻ നിനക്കൊരു മാലയും കൊണ്ട് ചെയ്തോ, കളിയാമലയുടെ ചെണ്ടിലൊന്നൊരു പെണ്ണിനെ കണ്ടേ, ഇനി മാല ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ചെയ്തോ, പുള്ളിക്കുയിലേ ചെല്ലമയിലേ കുറുമ്പിച്ചക്കന് പുത്തരി പുത്തരിതാ, വളക്കിൽ കണ്ണ കുഞ്ഞോളെ തിരിപൊടിക്കണ മുത്തോരെ, വഴിയരികിൽ പൂത്തു നിൽക്കണ പുന്നാരെ, തനിച്ചിരിക്കണ നേരത്തെ അടുത്തു വന്നവനാരാണ്, അവനൊരിക്കൽ ചെന്ന കാര്യം എന്താണ്? വെയിൽ കൊള്ളുന്ന നേരം മഴ തരുന്നവളാറ്, മാറ്ററിഞ്ഞൊരു വൈനക്കെന്തിനു പൊന്ന്, ഇണമാനിനെക്കാൾ
സുഭാഷ്, ഹായ്. മണിമേളം റൗണ്ടായിരുന്നു. അതെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡാൻസേഴ്സും എല്ലാവരുമായിട്ടും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഡാൻസും പാട്ടും കൂടെ അതിന്റെ ഒരു സിങ്ക്രണൈസേഷൻ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പാട്ടിനെ കുറിച്ച് പറയേണ്ടത് നമ്മുടെ ജഡ്ജസ് ആണ്. നമുക്ക് ആദ്യം ആരോട് ചോദിക്കാം? വിധുവേട്ടനോട് ചോദിക്കാം. കാരണം ആദ്യമായിട്ട് മിന്നാമിനിങ്ങിൽ വന്നിട്ട് നമുക്ക് വിധുവേട്ടനോട് തന്നെ ചോദിക്കാം. വിധു. സുഭാഷ്. ഹായ്. സുഭാഷ്, താങ്ക് യു സർ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നല്ല ഹൈ വോൾട്ടേജ്, നല്ല എനർജി. പിന്നെ മണിച്ചേട്ടന്റെ പാട്ടുകൾ, അദ്ദേഹം പാടി വെച്ചിരിക്കുന്ന പാട്ടുകൾ നമുക്കറിയാം അതിന്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്. ഒരു ഫുൾ ത്രോട്ടഡ് സിംഗിങ് ആണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് സ്റ്റേജസ് പങ്കിടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള, ഒരുപാട് രാജ്യങ്ങളിൽ വെച്ചിട്ട് പങ്കിടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ഒരു ഗായകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേജിലുള്ള എനർജി, അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുക്കുന്ന രീതി, ഇതൊക്കെ നമ്മൾ കണ്ട് പഠിച്ചിട്ടുള്ള സിംഗേഴ്സാണ് നമ്മളൊക്കെ. സുഭാഷിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിരുന്നു. പല്ലവിയില് ലിറിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരി മാറിപ്പോയോ? ഒരു വരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊക്കെ എന്താണ്, നമുക്ക് മായ്ച്ചു കളയാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ബാക്കിയൊക്കെ കിടിലം, അടിപൊളിയായിരുന്നു. താങ്ക് യു. കുപ്പുസ്വാമി സർ. സുഭാഷ് സർ, എന്താ ഒരു പെർഫോമൻസ്! അടിച്ച് തൂൾക്കളപ്പി തെറിച്ച പാട്ട്, എന്താ ഒരു എനർജി! ആടെ பிரமாதமாய் அந்த சரணம் முடிஞ்சு வரும்னு എന്നതേ താരിളങ്ങളി തരിളങ്ങളി താമരക്കിളിയേ, ഇനി ഞാൻ നിനക്കൊരു മാലയും കൊണ്ട് ചെയ്തതോ വെറിയാനകളിലെ ചണ്ടക്കിലാല പട്ടുമുമായി ഉന്നെ നാടറിയണ വേളിപ്പട്ട് മുണ്ട് ചെയ്തതോ ചെല്ലക്കൊടിയേ ഉള്ളിക്കുയിലേ കുറുമ്പിച്ചക്കനെ കുന്നിരി കുത്തിരിത്താ ഡിഫറെന്റ് ആണ്. സുഭാഷിന്റെ പെർഫോമൻസ് വരെ വരെ കൂടിന് പോയി, എനർജി കൂടിന് പോയി. ബെസ്റ്റ്, കീപ് ഇറ്റ് അപ്പ്, നൈസ്. താങ്ക് യു സർ. മഹതി മാം. ഫാന്റാസ്റ്റിക് സുഭാഷ്, താങ്ക് യു. അടിപൊളി. സുഭാഷിന്റെ സിഗ്നേച്ചർ മൂവ്മെന്റ് എവിടെയാ വരുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കായിരുന്നു. സോ ആ തുഴച്ചിൽ അവസാനത്തെ പല്ലവിയിൽ കയറി വന്നു. അത് സുഭാഷിന്റെ പ്രത്യേകം സ്പെഷ്യാലിറ്റിയാണ്. ഒന്ന് കാണിച്ചു കൊടുക്കും വിധു കാണാൻ വേണ്ടിയിട്ട്. സുഭാഷ്, നല്ല കമന്റ്സ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ? വിധു, ഔട്ട് ഓഫ് 30 ഞാൻ 29 തരാം. കുപ്പുസ്വാമി സർ. ഞാൻ 29 തരാം. മഹതി മാം. 29. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 87 മാർക്സ് ആണ്. നല്ല മാർക്സ് അല്ലേ? ഓക്കെ, അപ്പം ഈ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെ മുമ്പോട്ട് പോവാം. താങ്ക് യു. അപ്പൊ സുഭാഷിന്റെ മണിമേളം റൗണ്ടിലുള്ള ഒരു അടിപൊളി പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. അതിനുശേഷം നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരും ഓൺ ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജുവൽ. വെൽക്കം ബാക്ക് ടു ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജുവലറി. അപ്പൊ മിന്നാമിനുങ്ങിന്റെ അടുത്ത കണ്ടസ്റ്റന്റ് അപർണയാണ്. ഹാസ്യം റൗണ്ടിലാണ് അപർണ എത്തുന്നത്. അപ്പൊ എന്ത് തീമാണ് ഹാസ്യത്തിലൂടെ അപർണ കൊണ്ടുവരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് വെൽക്കം അപർണ. ഒന്നാമലയും ചെരുവും കഴിഞ്ഞാൽ അവിടെയല്ലോ ഒരു ഞാൽവള്ളി. അപർണ ചേച്ചി, ഓക്കെ, ഇന്ന് ഹാസ്യം റൗണ്ടാണ്. പക്ഷെ അപ്പിയറൻസിലൊന്നും കാണാനില്ല. കാരണം ഓരോ കണ്ടസ്റ്റൻസും ഹാസ്യം റൗണ്ടിൽ അവരുടെ ഒരു കോമിക് എലിമെന്റ് കോസ്റ്റ്യൂംസിലൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഇതൊരു നോർമൽ ഡ്രസ്സിംഗ് ആണ്. എന്താണ് തീം? എന്തെങ്കിലും ഉണ്ടോ? എലിയെ കുറിച്ചുള്ളൊരു പാട്ടാണ്. എലിയെ കുറിച്ചോ? എന്താണ് അതിന്റെ ഒരു സ്റ്റോറി ബോർഡ്? എലിയുടെ ശല്യം കൊണ്ടിട്ട് ഒരു പൂച്ച കൊണ്ടുവരുന്നു. അവര് തമ്മിൽ കൂട്ടായിട്ട് അങ്ങനെ അവര് തമ്മിൽ കൂട്ടായിട്ട് നമുക്ക് പണി തരുന്നു അല്ലേ? അതാണ് അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ്. ഓക്കെ, അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. എലിയൊക്കെ റെഡിയാണ്. എലി വരുമോ? വരുമായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. എലിവാലെടുത്തു കുഞ്ഞൻ കോലെടുത്തു എലി പൊത്തുപോയേ കുഞ്ഞൻ മാനം കെട്ടു
എലി 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 എലിയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി എലി 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 എലിയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി എലി 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 എലിയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി ചെന്താർവണി വിത്ത് പൊറിച്ചു തിന്നലി ചെങ്കതലി കുല ഇരിഞ്ഞു തിന്നലി ചെന്താവണി വിത്ത് പൊറിച്ചു തിന്നലി ചെങ്കതലി കുല ഇരിഞ്ഞു തിന്നലി ചെമ്പത്ത് കാമത്ത് ചേനത്ത് ചവളത്ത് ചെമ്പാവിന്നലൊക്കെ പൊളിച്ചു തിന്നലി എലി 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 ഈ എലിയെ കൊണ്ടു ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി എലി 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 എലിയെ കൊണ്ടു ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി എലി 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 എലിയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി ചെങ്കല്ല് ചെറുകല്ല് കറുകല്ല് പുഴകല്ല് വെള്ളാരങ്കല്ലൊക്കെ പൊളിച്ചു തിന്നലി ചെങ്കല്ല് ചെറുകല്ല് കറുകല്ല് പുഴകല്ല് വെള്ളാരങ്കല്ലൊക്കെ പൊളിച്ചു തിന്നലി എലി 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 ഈ എലിയെ കൊണ്ടു ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി എലി 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 എലിയെ കൊണ്ടു ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കണ്ടോണ്ടിരിക്കുമ്പോ പൂച്ചതാവാത്തുന്നു കണ്ടെത്തിപ്പായുന്ന മീനിനെ തിന്നുന്നു കണ്ടോണ്ടിരിക്കുമ്പോ പൂച്ചതാവാത്തുന്നു കണ്ടെത്തിപ്പായുന്ന മീനിനും തിന്നു തട്ടുന്നു മുട്ടുന്നു താഴത്തെ പട്ടായം കുത്തി തുറക്കുന്നു തിത്തൈതകതോ 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 എലി 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 ഈ എലിയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി എലി 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 എലിയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി എലി 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 എലിയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി ചെന്താർമണി വിത്ത് കൊറിച്ചു തിന്നലി ചെങ്കതലിക്കുല ഇരിഞ്ഞു തിന്നലി ചെന്താർമണി വിത്ത് കൊറിച്ചു തിന്നലി ചെങ്കതലിക്കുല ഇരിഞ്ഞു തിന്നലി ചെമ്പത്ത് കാവത്ത് ചേനത്ത് ചവളത്ത് ചെമ്പാവിന്നല്ലൊക്കെ പൊളിച്ചു തിന്ന എലി 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 ഈ എലിയെ കൊണ്ടു ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി
എലി എലി എലിയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ കുമ്പളം വിത്തൊക്കെ എലി 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 എലിയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി എലി 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 എലിയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി എലി 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 എലിയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി മത്തം വിത്തൊക്കെ തൊലിച്ചു തിന്നലി കുമ്പളം വിത്തൊക്കെ തൊലിച്ചു തിന്നലി അപർണ എലിയെ പിടിച്ചോ എന്നിട്ട് പിടിച്ചോ? എത്ര എണ്ണത്തിനെ പിടിച്ചു? 2-3 പിടിച്ചല്ലേ? ഓക്കെ. ഇത് ആര് പാടിയ പാട്ടാ? മണിച്ചേട്ടൻ പാടിയ പാട്ടാ അല്ലേ? അപ്പൊ നമുക്കിനി ജഡ്ജസിനോട് അതിന്റെ കമന്റ്സ് ചോദിക്കാം. കുപ്പസ്വാമി സർ. അപർണ എലി പിടിച്ചോ? ഓ ഞങ്ങൾ പുളി പിടിക്കാം. നന്നായിട്ട്. ഗുഡ്. താങ്ക് യു സർ. മഹതി മാം. അപർണ, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അപർണ. താങ്ക് യു മാം. എലി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കോമഡി ഒരു സാധനമാണ് അല്ലേ? പക്ഷെ എന്തൊരു ശല്യ അപർണ. അത് കോൺസെപ്റ്റ് വാസ് നൈസ്. കുറച്ചും കൂടി കോമഡി അതിൽ ആഡ് ചെയ്യാമായിരുന്നു എന്ന് ഫീൽ ചെയ്തു. സിംഗിങ് വൈസ് യു വർ വെരി നൈസ്. നല്ല പിച്ചിങ് ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കോറസ് സിംഗേഴ്സിന്റെ സൈഡിൽ നിന്ന്. ഇറ്റ് വാസ് നൈസ് അപർണ. സോ ഐ തോട്ട് കുറച്ചും കൂടി കോമഡി എലിമെന്റ് പുറത്തേക്ക് വരാമായിരുന്നു തോന്നുന്നു. That's it. Keep rocking. Same tune, Aparna. There is one Tamil song. Raja sir ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. നല്ല പെപ്പി സോങ് ആണ്. ഞങ്ങൾ 3 പേരും അപർണയ്ക്ക് വേണ്ടി എലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ പാട്ട്? போதும் போதும் என போதை தேடும் வரைவா ஆசை 100 வகை வாழ்வில் 100 சுவை வா போதும் போதும் வரை போதை ஏறும் வரை வா தினம் ஆடி பாடலாம் பல ஜோடி சேரலாம் மனம் போல் வா கொண்டாடலாம் மனம் போல் வா கொண்டாடலாம் ஆசை 100 வகை வாழ்வில் 100 சுவை வா போதும் போதும் என போதை ஏறும் வரை வா. താങ്ക് യു മാം. വിധു. ഞാൻ ഇവിടെ കയറി വന്നപ്പോഴേ ഈ സെറ്റിൽ കയറി വന്ന് ആദ്യമായിട്ട് കയറി വരികയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ക്ലീനിങ്ങിന്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്റ്റാഫുകളെല്ലാവരും ക്ലീനിങ്ങിന്. അപ്പൊ ആ സമയത്താണ് അപർണ ചൂലുമായിട്ട് അകത്തോട്ട് പോകുന്നത്. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ അപർണയെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഭംഗിയുള്ള ജോലിക്കാരാണല്ലോ ഇവരിപ്പോ എടുത്തിരിക്കുന്നത്. കൈരളിയിൽ നല്ല ഭംഗിയുള്ള നല്ല ആൾക്കാരെയാണ് എടുത്തിരിക്കുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കണ്ടസ്റ്റന്റ് ആണെന്നുള്ളത്. ഓക്കെ, എന്തായിരുന്നാലും നന്നായിരുന്നു. നന്നായിട്ട് പാടി, നല്ല ബ്രെത്ത് കൺട്രോൾ, നല്ല സിംഗിങ് ആയിരുന്നു. പിന്നെ മധു പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ കോമഡി, എനിക്കൊന്ന് കുറച്ചുകൂടെ എക്സ്പ്രഷൻസ് എനിക്ക് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നിന്ന് വന്നില്ല. ഒരു കാണിക്കാൻ വേണ്ടി ചെയ്ത പോലെ ഒരു സംഭവം ആയിപ്പോയി. പിന്നെ എലിയെ ഇങ്ങനെ അടിച്ചാൽ ഒരു കൊതു പോലും ചാവില്ല. ഒന്നുറച്ചടിക്കണം. ചിരിച്ചോണ്ട് ഓടുന്നുണ്ട് അടി കിട്ടിയിട്ട് കേട്ടാ. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ശക്തിയായിട്ട് അടിക്കുക എലി അടിക്കാൻ നേരത്ത്. നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അപർണ, ഹാസ്യം റൗണ്ട് വലിയ കുഴപ്പമില്ലാതെ എലി രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി അല്ലേ? ഹാസ്യത്തിന്റെ ഒരു എലിമെന്റ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഇപ്പൊ അത് എങ്ങനെയാണ് മാർക്സിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുമെന്ന് നോക്കാം. കുപ്പസ്വാമി സർ, ഔട്ട് ഓഫ് 30 27 തരം. താങ്ക് യു സർ. മഹതി മാം 27. താങ്ക് യു മാം. വിധു 27. താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. അപ്പൊ 90-ല് 81 മാർക്സ് ആണ്. നല്ല മാർക്സ് അല്ലേ? ഹാസ്യം റൗണ്ടിൽ ഞാൻ വളരെ പേടിച്ച് നിൽക്കുകയായിരുന്നു അപർണ. ഞാൻ കണ്ടു നന്നായിട്ട് പേടിച്ചിരിക്കുന്നു. പേടിയൊക്കെ മാറിയില്ലേ ഇപ്പൊ? ഇപ്പൊ ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. നമ്മുടെ മാർക്സും കിട്ടി. അപ്പം ഇനിയും അടുത്ത റൗണ്ട്സിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
അപ്പൊ അപർണയുടെ ഹാസിം റൗണ്ടാണ് ഇപ്പൊ കഴിഞ്ഞത്. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അടുത്ത പെർഫോമൻസ് നമ്മളെ കാത്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അതിനു മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരും ഓൺ ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്ന മിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജുവലറി. വെൽക്കം ബാക്ക് ടു ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്ന മിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജുവലറി. അപ്പൊ നമ്മൾ അപർണയുടെ നല്ലൊരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞു. അടുത്തതായിട്ട് വരാൻ പോകുന്നത് പരസ്പരം റൗണ്ടാണ്. നമുക്കറിയാം അതൊരു ഡ്യുവറ്റ് റൗണ്ടാണ്. അപ്പൊ പരസ്പരം രണ്ടുപേരും കോംപ്ലിമെന്റ് ചെയ്ത് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റൗണ്ടാണ്. അപ്പൊ വരാൻ പോകുന്നത് സ്വാതിയും ഗൗരിയുമാണ്. ലെറ്റ്സ് വെൽക്കം സ്വാതി ആൻഡ് ഗൗരി. ഇളക് 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 നാഗേ ഇളക് ഇളകെന്റെ മണിശീലേ വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. സ്വാതി, ഹായ്. ഗൗരി, ഹായ്. ഹായ്. രണ്ടുപേരും നല്ല രസമുണ്ട്. ഒരാള് സെറ്റുമുണ്ടും ഒരാള് പട്ടുപാവാട, നമ്മുടെ ട്രഡീഷണൽ വേഷം. അപ്പോ പരസ്പരം റൗണ്ടാണ്. സ്വാതിയാണ് ലീഡ് ചെയ്യുന്നത്. ഏത് പാട്ടാ പാടുന്നത്? പുഞ്ച കൊയ്യണ പാടത്ത് എന്ന് പറഞ്ഞ പാട്ട് ഓക്കെ, രണ്ടുപേരും കൂടെ ചേർന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പാട്, എല്ലാ കോൺഫിഡൻസോടു കൂടി പാട്. ഓൾ ദി ബെസ്റ്റ്. Thank you. ഓക്കെ. തനനാനേ 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 താനേ തനനാനേ 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 നാനേ തനനാനേ 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 താനേ തനനാനേ 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 നാനേ. പുഞ്ച കൊയ്യണ പാടത്ത് ഏങ്ങള് പാടണ നാടൊടിശീലി ആയിണം പോയി ആ താളം പോയി ഈണം മറന്ന ഈ കാലോ. പുഞ്ച കൊയ്യണ പാടത്ത് ഏങ്ങള് പാടണ നാടൊടിശീലി ആയിണം പോയി ആ താളം പോയി ഈണം മറന്ന ഈ കാലോ. അവർ പാടിയ പാട്ടുകൾ പാടെ മറന്നവരാണേ നമ്മൾ. ഈണം പോയി ആ താളം പോയി ഈണം മറന്ന ഈ കാലോ. അവർ പാടിയ പാട്ടുകൾ പാടെ മറന്നവരാണേ നമ്മൾ. ഈണം പോയി ആ താളം പോയി ഈണം മറന്ന ഈ കാലോ. പുഞ്ച കൊയ്യണ പാടത്ത് ഏങ്ങള് പാടണ നാടൊടിശീലേ ഈണം പോയി ആ താളം പോയി ഈണം മറന്ന ഈ കാലോ. ഞാറ് പറിക്കുമ്പോൾ ഞാറ് നടുമ്പോൾ പാടണ പാട്ട് ഏഴില ചക്രം തിരിയാനായി പാടണ നാടൊടിശീലുകളേറെ. ഞാറ് പറിക്കുമ്പോൾ ഞാറ് നടുമ്പോൾ പാടണ പാട്ട് ഏഴില ചക്രം തിരിയാനായി പാടണ നാടൊടിശീലുകളേറെ. അവർ പാടിയ പാട്ടുകൾ പാടി മറന്നവരാണേ നമ്മൾ. പാട്ടിന്റെ ഈണത്തിൽ തപ്പും തുടിതാളും പാടെ മറന്നവരാണേ. അവർ പാടിയ പാട്ടുകൾ പാടി മറന്നവരാണേ നമ്മൾ. പാട്ടിന്റെ ഈണത്തിൽ തപ്പും തുടിതാളും പാടെ മറന്നവരാണേ. അവർ പാടിയ പാട്ടുകൾ പാടെ മറന്നവരാണേ നമ്മൾ. പോയി ആ താളം പോയി ഈണം മറന്ന ഈ കാലോ. അവർ പാടിയ പാട്ടുകൾ പാടെ മറന്നവരാണേ നമ്മൾ. ഈണം പോയി ആ താളം പോയി ഈണം മറന്ന ഈ കാലോ. പുഞ്ച കൊയ്യണ പാടത്ത് ഏങ്ങള് പാടണ നാടൊടിശീലേ ഈണം പോയി ആ താളം പോയി ഈണം മറന്ന ഈ കാലോ.
കൊട്ടുമ്പം പാടണ പാട്ടുകൾ പാടെ മറന്നവരാണ്. ചാവറിയിക്കാൻ ചാക്കാട് കൊട്ടണ കാലം മറന്നവരാണ്. ചാക്കാട് കൊട്ടുമ്പം പാടണ പാട്ടുകൾ പാടെ മറന്നവരാണ്. അവർ പാടിയ പാട്ടുകൾ പാടെ മറന്നവരാണ് നമ്മൾ. ഈണം പോയി താളം പോയി ഈണം മറന്ന ഈ കാലോ. അവർ പാടിയ പാട്ടുകൾ പാടെ മറന്നവരാണ് നമ്മൾ. ഈണം പോയി താളം പോയി ഈണം മറന്ന ഈ കാലോ. പൂജസാവ് തുള്ളി തെളിയാൻ പാടുന്ന പാട്ട് മറന്നേ. പാട്ടിന്റെ ഈണത്തിൽ തപ്പു തുടി താളം പാടെ മറന്നവരാണ്. പുതുചാവ് തുള്ളി തെളിയാൻ പാടുന്ന പാട്ട് മറന്നേ. പാട്ടിന്റെ ഈണത്തിൽ തപ്പു തുടി താളം പാടെ മറന്നവരാണ്. കുഞ്ച കൊയ്യണ പാടത്ത് ഞങ്ങള് പാടണ നാടൊടിശീല്. ഈണം പോയി താളം പോയി ഈണം മറന്ന ഈ കാലോ. കുഞ്ച കൊയ്യണ പാടത്ത് ഞങ്ങള് പാടണ നാടൊടിശീല്. ഈണം പോയി താളം പോയി ഈണം മറന്ന ഈ കാലോ. ഏരേരി ഏരേരി ഏരേരീരോ. ഏരേരി ഏരേരി ഏരേരീരോ. ഏരേരി ഏരേരി ഏരേരീരോ. ഏരേരി ഏരേരി ഏരേരീരോ. സ്വാതി, എന്തോ ഗൗരി, ചേച്ചി നല്ല രസമുണ്ടായിരുന്നു ഈ പാട്ടിന്റെ ഒരു വിഷ്വൽസ്. ശരിക്കും ബാക്ക്ഡ്രോപ്പിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്തായിരുന്നു കൊയ്ത്ത് പാട്ടിന്റെ ഒരു ഇതായിരുന്നോ? ഇത് ഒരു എഴുത്തുപാട്ടാണ്. ആ, അതായത് നാടൻ പാട്ടിന്റെ ആ ഈണവും താളവും ഒക്കെ ഇപ്പൊ മറന്നൊക്കെയുള്ള പാട്ട്. ഓക്കെ. അതിനെ കുറിച്ചുള്ള പാട്ടായിരുന്നു അല്ലേ? ആ. ശരി, നമുക്കിനി കമന്റ്സ് ജഡ്ജസിനോട് ചോദിക്കാം. മഹതി മാം നന്നായി പെർഫോം ചെയ്തു. നല്ലൊരു പാട്ട്, സിമ്പിൾ സോങ് ആണ്, വലിയ സംഭവങ്ങളൊന്നുമില്ല പാട്ടിൽ. സ്വാതി നന്നായി പാടി. സ്വാതിയുടെ എന്താ പറയുക, ക്ലാരിറ്റി വാസ് നൈസ്. എനിക്ക് തോന്നിയ ഓരോരോ പ്രാവശ്യം ചരണം തുടങ്ങുമ്പോൾ ഹൈ നോട്ട് പോകുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം മാത്രം സ്വാതിക്ക് കിട്ടുന്നില്ല, അത് കഴിഞ്ഞ് വരുന്ന എല്ലാം സ്വാതിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ പാട്ട് മറന്നു എന്നൊക്കെ പറയുമ്പോൾ ഗൗരി റെപ്പറ്റീഷൻ ഓർഡറൊക്കെ മറന്നോ? ഇടയ്ക്ക് കയറി പാടിയല്ലേ ഒരു സ്ഥലത്ത് മാത്രം. ഇറ്റ്സ് ഓക്കെ. ഇനി ഹൗ ഗൗരി യുവർ സപ്പോർട്ട് വാസ് വെരി നൈസ്. സ്വാതിയുടെ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തു. സ്വാതി കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉള്ള ഒരു പാട്ട് എടുക്കാമായിരുന്നു വേണമെങ്കിൽ. ദാറ്റ്സ് ഓൾ. അതർവൈസ് ഇറ്റ് വാസ് എ നീറ്റ് പെർഫോമൻസ്. സോ ആ പിച്ചിങ്ങിന്റെ ഇഷ്യൂസ് മാത്രം ശ്രദ്ധിക്കണം. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. കുപ്പുസ്വാമി സർ. பெண்ணொன்று கண்டேன் பெண்ணங்கு இல்லை. ஏனென்று நான் சொல்லலாகுமா? ஏதென்று நான் சொல்ல வேண்டுமா? பூவொன்று கண்டேன் முகம் காணவில்லை என்னென்று நான் சொல்லலாகுமா? ஏதென்று நான் சொல்ல வேண்டுமா? நான் பார்த்த பெண்ணை நீ பார்க்கவில்லை, நீ பார்த்த பெண்ணை நான் பார்க்கவில்லை. உன் பார்வை போலே என் பார்வை இல்லை, நீ கண்ட காட்சி நான் காணவில்லை. துள்ளி வரும் வெள்ளி நிலா துவண்டு விடும் கொடியழகா, கண்ணோடு கொண்டாடும் பெண்ணந்த பெண்ணல்லவோ. ஓ மாதிரி ரெண்டு ஃபீமேல் டூயட்டு ரொம்ப நன்னாயிட்டு பாடி பிரமாதம். குட், நைஸ். സ്വാതി ഗൗരി അല്ലേ? ഓക്കെ. നല്ല നിങ്ങളെ വോയിസ് തമ്മിൽ നല്ല ഒരു സെപ്പറേഷൻ, ഒരു ഡിഫറൻസിയേഷൻ ഫീൽ ചെയ്തു. കൊള്ളാം. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പോർഷൻസ് എല്ലാം, അനുപല്ലവി ചരണത്തിലെ ആദ്യത്തെ പോർഷൻസ് എല്ലാം സ്വാതിക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എത്താത്തതിന്റെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ പോലും ഒരു സ്ക്രാച്ച് ഉള്ളത് എനിക്ക് തോന്നുന്നു ഈ നാടൻ പാട്ടിന് അത് നല്ലതാണ്.
ആ ഒരു കുറച്ചൊരു ഒരു റസ്റ്റിക് ഒരു ഫീൽ വരുന്നത് നല്ലതാണ്. രണ്ടുപേരും നന്നായിട്ട് പാടി, രണ്ട് ഡിഫറൻസിയേഷൻ തോന്നിയത് കൊണ്ട് തന്നെ, ആ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഡ്യുവറ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു. നൈസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വിധു. അപ്പൊ ഇനി നമുക്ക് നല്ല കമന്റ്സാ പറഞ്ഞു, ഇനി മാർക്സ് ചോദിക്കാം നമുക്ക്. ഓക്കെ, മഹതി മാം, ഔട്ട് ഓഫ് 30? നിങ്ങൾ പാടിയ പോലെ തന്നെ ഈ ഫീമെയിൽ ഡ്യുവറ്റ് നിങ്ങൾ പാടിയ പോലെ തന്നെ കുപ്പുസ്വാമി സാറും ഞാനും പാടിയ പൊണ്ണോണ്ടൊരു കണ്ടേൻ, ആ പാട്ട് ഒരു മെയിൽ ഡ്യുവറ്റ് സോങ് ആണ്. വളരെ പഴയ ഒരു പാട്ടാണ്. ശിവാജി സാറും ഡയറക്ടർ ബാലാജി അവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ഒരു ഷെയറിങ് ഫ്രണ്ട്ഷിപ്പ്, ഞാൻ കണ്ട പെണ്ണ് നീ കണ്ടിട്ടില്ല, എൻ്റെ കാമുകിയാണെന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പോഴത്തെ എന്താ പറയുക, ദ മോസ്റ്റ് ടോപ്പ് ലീഡിങ് പ്ലേ ബാക്ക് സിംഗേഴ്സ് ആയ TM സൗന്ദരരാജൻ സാറും PB ശ്രീനിവാസ് സാറും കൂടി പാടിയ ഡ്യുവറ്റാണ്. സോ ഐ തിങ്ക് ദാറ്റ് മാച്ച് വാസ് വെരി നൈസ് അമ്മ. സോ 27 സ്വാതി. കുപ്പുസ്വാമി സർ? 28 തരാം. വിധു? 27. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 82 മാർക്സ് ആണ്, നല്ല മാർക്സ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇനി ആയാലും നമ്മൾ ഓരോ സ്റ്റേജിൽ പോകുമ്പോഴും ഈ പറഞ്ഞ കമൻസ് എല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റേജിലും പെർഫോം ചെയ്യാനായിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഇനി വരുന്ന റൗണ്ട്സിനും എല്ലാം. ഓക്കെ, അപ്പൊ സ്വാതിയുടെയും ഗൗരിയുടെയും പരസ്പരം റൗണ്ടാണ് ഇവിടെ കഴിഞ്ഞത്. അപ്പൊ നമുക്കിനി ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്. ഓൺ ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വെൽക്കം ബാക്ക് ടു ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പൊ നമ്മുടെ 3 കണ്ടസ്റ്റന്റ്സിന്റെ വളരെ മനോഹരമായിട്ടുള്ള 3 പെർഫോമൻസസ് നമ്മൾ കണ്ടു. അടുത്ത് വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ജഡ്ജ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകൻ വിധു പ്രതാപ്. ലെറ്റ്സ് വെൽക്കം വിധു. യെസ്, മിന്നാമിനിങ്ങിന്റെ വേദിയിൽ എങ്ങനെയുണ്ട് വന്നപ്പോ നാടൻ പാട്ടുകളൊക്കെ കേട്ട്? ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ബാക്കിയുള്ള ചില റിയാലിറ്റി ഷോസിലൊക്കെ ജഡ്ജായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് നാടൻ പാട്ട്, നമ്മുടെ നാടിൻ്റെ മണമുള്ള പാട്ടുകൾ കേൾക്കുക, അത് ആസ്വദിക്കുക. ഇവിടെ ഞാൻ വരുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ആസ് എ സ്റ്റുഡൻ്റ് ആയിരിക്കും ഞാനിവിടെ വന്ന് ഇരിക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് അറിഞ്ഞുകൂടാത്ത ഒരു മേഖലയാണ് നാടൻ പാട്ട്. പക്ഷെ ധാരാളം ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയും കൂടെ. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് രാജാ സാറൊക്കെ ഫോക്ക് സിംഗേഴ്സ് ആയിരുന്നു. അവരുടെയൊക്കെ ഒരുപാട് പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ഫോക്ക് ബേസിൽ നിന്നുള്ള ട്യൂൺസിൽ നിന്നാണ് അവർ പല മെലഡീസും എടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഫോക്ക് എന്താ പറയണ്ടേ, ആ ഒരു കാറ്റഗറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ് എ സ്റ്റുഡൻറ് ഒരുപാട് പഠിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സാറിനെ പോലത്തെ ധാരാളം സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സാറിൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. വിദ്യാസാഗർ സാറൊക്കെ ഒരുപാട് സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും സീനിയർ ആയിട്ടുള്ള അദ്ദേഹത്തെ പോലെ ഉള്ളവരുടെ കൂടെ കുറച്ച് സമയം പങ്കിടാൻ സാധിച്ചതിൽ സന്തോഷം. ഞങ്ങൾ പാട്ട് പാടാനാണ് വിളിച്ചത്. അപ്പം ഞങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്, നങ്ങേലി. ഞങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഹിറ്റ്സ് കിട്ടിയതും സാക്ഷാൽ A.R. റഹ്മാൻ സാർ എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം നങ്ങേലിയെ കുറിച്ച്. ഒരു കള്ളഷാപ്പ് പാട്ടാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും, കള്ളഷാപ്പ് പാട്ടാണ്. അപ്പം അത് അങ്ങനെ നമുക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു. അതിലുള്ള കംപ്ലീറ്റ് അതിൻ്റെ ഋതവും കോഡ്സും ബേസ് ഗിറ്റാറും ഇതെല്ലാം എൻ്റെ വോയിസിൽ നിന്ന് തന്നെയാണ് റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അറേഞ്ച് ചെയ്തിരിക്കുന്നത് മനുവാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി നല്ല എൻ്റെ റിലീസ് ചെയ്തത് ലാലു ചേട്ടനായിരുന്നു, ലാൽ ജോസ് സാറാണ്, വൺ ഓഫ് മൈ മെൻറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്കിരുന്നപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ശ്രീനി ചേട്ടൻ്റെ, നമ്മുടെ ശ്രീനിവാസ് പുള്ളിയുടെ ഇങ്ങനെ മെസ്സേജ് വന്നു, എടാ AR ലവ്സ് യുവർ സോങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുമില്ല. അപ്പം ഞാൻ പെട്ടെന്ന് പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, റഹ്മാൻ ജർമ്മനിയിലിരുന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പുള്ളി ശ്രീനി ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. മലയാളം സോങ് ആയതുകൊണ്ട് പുള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു, ഇങ്ങനെ ഡെഫിനറ്റ്ലി യു ഹാവ് ടു വാച്ച് ദിസ് വീഡിയോ ആൻഡ് യു ഷുഡ് ഹിയർ ദിസ് സോങ്, ഇറ്റ്സ് റിയലി എ കൂൾ വൺ എന്നാണ് പുള്ളി കൊടുത്ത കോംപ്ലിമെൻറ്റ്. എന്നിട്ട് അതിൻ്റെ ലിങ്ക് ശ്രീനിച്ചേട്ടനും അയച്ചു കൊടുത്തു, പുള്ളിയുടെ സ്റ്റുഡിയോയിലോട്ടും അയച്ച് തന്നു എന്ന് പറഞ്ഞു. അത് നമ്മളുടെ കൊച്ചു നങ്ങേലിക്ക് കിട്ടുന്ന വലിയ വലിയ വലിയൊരു അംഗീകാരമാണ്.
ഒരിടത്തോരയൽവക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. ഒരിടത്തോരയൽവക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. കണ്ണോളം മൈയിട്ട് കാതോളം ഞാത്തിട്ട് കയ്യോളം വളയിട്ട് കാലോളം തളയിട്ട് ഒരിടത്തോരയൽവക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. ആ ആ കയ്യിൽ കുറച്ചുകൂടെ ശക്തിയാവാം, കുഴപ്പമില്ല. അടിമുടി പൊന്നും മൂടിപ്പോയവളാടി നടന്നപ്പോൾ അടിനാഗപ്പാല ചോട്ടിലൊരുത്തൻ നിന്നു വിളിച്ചു പോൽ. അടിമുടി പൊന്നും മൂടിപ്പോയവളാടി നടന്നപ്പോൾ അടിനാഗപ്പാല ചോട്ടിലൊരുത്തൻ നിന്നു വിളിച്ചു പോൽ. അവളും കൂടെ പോയി പോൽ. ഒരിടത്തോരയൽവക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. കുന്നോളം മെയ്യാടേ പൊന്നോളം നിറമാടേ തേനോളം മൊഴിയാടേ തെയ്തെയ്തോ നടയാടേ. അവളെ കണ്ടു മടങ്ങിയ പെണ്ണവളെവിടെ പോയെന്നറിയാമോ? തിരുവാണിക്കാവിൽ പൂരം പലകുറി വന്നു കഴിഞ്ഞല്ലോ. അവളെ കണ്ടവരില്ലല്ലോ, അവളെ കണ്ടവരില്ലല്ലോ. ഒരിടത്തോരയൽവക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. ഒരിടത്തോരയൽവക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. കണ്ണോളം മൈയിട്ട് കാതോളം ഞാത്തിട്ട് കയ്യോളം വളയിട്ട് കാലോളം തളയിട്ട് ഒരിടത്തോരയൽവക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. വളരെ വ്യത്യസ്തവും സംഗീത സാന്ദ്രവുമായ മിന്നാമിനിങ്ങിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ കൂടുതൽ മികച്ച ഗാനങ്ങളും മികച്ച തീമുമായി നമ്മൾ മിന്നാമിനിങ്ങിന്റെ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും. അതുവരെ ഇറ്റ്സ് ഡോക്ടർ ദിവ്യ സൈനിങ് ഓഫ് ഫ്രം ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്. ചാലക്കുടിയാകെ വിതുമ്പി കൂടപ്പുഴ തേങ്ങിയൊഴുകി, ചാലക്കുടിയാകെ വിതുമ്പി കൂടപ്പുഴ തേങ്ങിയൊഴുകി, മിന്നാതെ മിന്നാമിനുങ്ങുകൾ എന്നി മറഞ്ഞു മണിമുത്തേ, മികാരി പെണ്ണുങ്ങൾ കണ്ണുകളഞ്ഞിക്കരഞ്ഞു മണിമുത്തേ. മൈക്കുച്ചാണ്ട് പാടം കത്തണുമാ മഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, വയറ് കത്തിയാല് എന്റെ കൊടല് കത്തണുമാ, താടം പിടഞ്ഞിട്ട് ഓണം പഴകണുമാ. പാടി പാടി പതിഞ്ഞൊരായിടങ്ങൾ ഞങ്ങൾ
ഞങ്ങളും പാടി നടക്കുമ്പോൾ പാടിയിൽ പാടി പതിഞ്ഞൊരായിടങ്ങൾ ഞങ്ങളും പാടി നടക്കുമ്പോൾ പാതി വഴി വെച്ചു പാട്ടുമതിയാക്കി പാട്ടിനു പോയി മടിച്ചേട്ടൻ പാതി വഴി വെച്ചു പാട്ടുമതിയാക്കി പാട്ടിനു പോയി മടിച്ചേട്ടൻ തെക്കേ പ്രതാവും എൻ്റൊപ്പെ വലിക്കച്ചക്കുണ്ട് ആ ചക്കയുടെ കാര്യമതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ തെക്കേ പ്രതാവും എൻ്റൊപ്പെ വലിക്കച്ചക്കുണ്ട് ആ ചക്കയുടെ കാര്യമതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ കാര്യം ചക്ക നല്ലതാണോപ്പേ നമ്മക്കുണ്ണി വലിയതല്ലോപ്പേ മറ്റാർക്കും ഈ ഗതി കേടുവരുത്തല്ലേ പൊന്നേ അമ്മയുടെ തങ്കക്കുടമേ നീയവിടെ ഓടപ്പഴം പോലെ ചേലുള്ള പെണ്ണിന്റെ ഓമന പൂമുഖം വാടിടുമ്പോൾ ഓടപ്പഴം പോലെ ചേലുള്ള പെണ്ണിന്റെ ഓമന പൂമുഖം വാടിടുമ്പോൾ ഓർമ്മയിലൂടെ കളിക്കുവാനെത്തിടും ഓണനിലാവായി മണിച്ചേട്ടൻ ഓർമ്മയിലൂടെ കളിക്കുവാനെത്തിടും ഓണനിലാവായി മണിച്ചേട്ടൻ